ഞാൻ ആരും ഓടിപ്പോന്ന പോലെ കണ്ട്. എവിടെ? ഞാൻ ആരെയും കണ്ടില്ലല്ലോ. അല്ല, ഞാൻ കണ്ട്. നിനക്ക് തോന്നിയതായിരിക്കും ഇവിടെ. ആ, ചിലപ്പോ എനിക്ക് തോന്നിയതായിരിക്കും. മതി, പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. അയ്യോ, ഞാൻ ഉറങ്ങിക്കോളാം. ഇങ്ങനെ നോക്കി പേടിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓ, ഞാൻ പേടിപ്പിച്ചൊന്നുമല്ല. നീ പോയി കിടന്ന് ഉറങ്ങിക്കോ. നീ കിടക്കടി. പോകാൻ നേരമായി തോന്നണം. അവൾ എഴുന്നേറ്റില്ലേ ആവോ? കണ്ണൊക്കെ തീർത്ത് ദൈവമേ. നോറ, നോറ, എഴുന്നേക്കടാ. വിളിച്ചിട്ട് അവൾ എഴുന്നേക്കുന്നുണ്ടോ നോക്കി. ചേച്ചി, ഞാൻ കുറച്ച് നേരം മണി കിടന്നിറങ്ങിക്കോട്ടേന്നേ. കാലവരെ നിലത്തടിക്കും. മര്യാദക്ക് പോയി പല്ലേച്ചിട്ട് വാ. ഇതിൽ തിന്നാൻ തരാം. നേരെ എത്രയെന്നറിയോ? ചേച്ചി, വന്നാ നീ? അതെ, ഞാൻ പോയി പല്ലേച്ച് കുളിച്ചിട്ടൊക്കെ വരാം. നീ അപ്പത്തേക്കും കഴിച്ചോ? ഓക്കേ, കഴിച്ചോളാം. വേഗം പോയിട്ടാ. നോറ, നീ കഴിച്ചു കഴിഞ്ഞോ? വന്നിരിക്കേ. സീപ്പറില കേട്ടാ. പോവാ, വണ്ടി എടുത്തോ. ഹോസ്പിറ്റലെത്തി. ഞാൻ ഇറങ്ങുക. വൈകുന്നേരം വരണേ. വന്നോളാ. എന്റെ ചായ എന്തേ? എന്റെ ചായ എന്തേ? ദൈവമേ, കണ്ടുപിടിച്ച. എനിക്ക് വെച്ച ചായ ആരുടെ എടുത്തു കുടിച്ചത്? എന്റെ പൊന്നു, തൊള്ള വിളിക്കണ്ട. ഞാൻ എടുത്തു കുടിച്ചു. അതിനിപ്പോ എന്താ? നിന്നോട് ആരാണ് എന്റെ ചായ എടുത്ത് കുടിക്കാൻ പറഞ്ഞത്? ഒരു ചായ എടുത്ത് കുടിച്ചാണ് ഇത്ര വലിയ പ്രശ്നം? വേണമെങ്കിൽ ഞാൻ ഇനിയും കുടിക്കും. ഇവനെ ഞാൻ ഇന്ന് വേണ്ട ഞാൻ നിനക്ക് ചായ പാചകടിക്കാതെ പോടാ. നീയൊക്കെ ഒരു പുല്ലും ചെയ്യില്ലെന്ന് അറിയാം. എന്റെ ചായ എടുത്ത് കുടിച്ചാൽ പോരാണ് നീ എന്നെ വെല്ലു വിളിക്കണടാ. എന്താ പ്രശ്നം? അമ്മ, ഇവൻ എന്റെ ചായ എടുത്ത് കുടിച്ചമ്മ. അതിനി അമ്മ, നിനക്ക് ഇപ്പൊ ഇത്തിരി ചായ വേണം, അത്രയല്ലേ ഉള്ളൂ. അപ്പേ എന്താണമ്മേ? അടുക്കളയിരിക്കുന്ന ചായ ഒന്ന് എടുത്തു കൊടുത്തേ അവനെ. ഞാൻ കൊടുക്കാം. നല്ല ചായ. എന്നാ ഞാൻ കമ്പനി പോണട്ടോ. അമ്മേ, ഞാൻ വന്ന് ഹോസ്പിറ്റലിൽ പോകാൻ കേട്ടോ. പോയിട്ട് വാ. നീ ഇന്ന് ലീവാണോ? ഇല്ല, ഞാൻ പോണ്ട്. ഇന്നെങ്കിലും പോവാൻ തോന്നി. അതിന് ഞാൻ എല്ലാ ദിവസവും പോവാറുണ്ടല്ലോ. കഴിഞ്ഞ ഒരാഴ്ച വരെ കുടുംബത്തിരുന്നവനായി പറയുന്ന. അമ്മേ, ഇനി ഇവിടെ നിന്ന് ശരിയാവില്ല. ഞാൻ പോണു. നിമ്മി, എന്താണ് ഈ മൂന്നെണ്ണത്തിന്റെ മോന്ത കൊട്ട പോലെ ഇരിക്കുന്നത്? എന്റെ പൊന്നോ, എന്ത് പറയാനാ. രാവിലെ രണ്ടെണ്ണം കൂടി പൊരിഞ്ഞതല്ലായിരുന്നു. മറ്റവനെ വെച്ച ചായ ഇവനെടുത്ത് കുടിച്ചെന്ന് പറഞ്ഞോട്ട് പിന്നെ പൊരിഞ്ഞതല്ലായി. ഞാൻ വന്ന് ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഇവിടെ ഇപ്പം എന്തായേനെ എൻ്റെ ദൈവമേ. മറ്റവനെ ഞാൻ 2 ചീത്ത പറഞ്ഞ് കോളേജിൽ വിട്ടു. കുഞ്ഞു പിള്ളേരെങ്ങാനാണോ ചായയുടെ പേരിൽ കിടന്ന് ഇങ്ങനെ തല്ലുപിടിക്കാനായിട്ട്? നിങ്ങളുടെ അല്ലേ വിത്ത്, ഇങ്ങനെ വരൂ. എൻ്റെ കർത്താവേ, എൻ്റെ തലവിധി. Good morning. Good morning, sir. I don't like wasting time, so I will keep it short. You are MBA Internets, which means by now you already know theories. But Prime Wings company doesn't run to theories. It runs on decisions. One wrong decision, this company can delay hospital equipment's deliveries. And when hospital wait, patients suffer. So, if you are here just to complete internship hours, you can leave now. No, sir. Good. ഇങ്ങനെ മാത്രം പരിചയപ്പെട്ടാൽ പോരല്ലോ. പേഴ്സണലായിട്ട് ഞാൻ ഇൻ്റർവ്യൂ എടുക്കുന്നുണ്ട്. കുറച്ച് നേരം കഴിയുമ്പോൾ
പേര് വിളിക്കുന്നതിനനുസരിച്ച് ഓരോരുത്തർ എൻ്റെ ക്യാബിനിലോട്ട് വരണം കേട്ടോ. എക്സ്ക്യൂസ് മീ. എന്താണ് വൈകിപ്പോയെ? സോറി ഫോർ ലേറ്റ് ബിക്കോസ് ട്രാഫിക്. ക്ലീഷേ, നിനക്ക് 3 കാറുള്ളതല്ലേടാ, അതിന് ഈ 3 കാറിനും ട്രാഫിക് ബാധകമാണ്. ഓ, അവൻ അതിൻ്റെ ഇടയിൽ കൂടെ. സോറി സർ, ഞാൻ കുറച്ച് ലേറ്റായി പോയി സാർ. ഈ മോന്ത ഞാൻ എവിടെയോ. ഫസ്റ്റ് ഡേ തന്നെ ഇങ്ങനെ വൈകുവാണെങ്കിൽ ഈ ഊള മോന്ത ഞാൻ എവിടെയോ. പാചകടിക്കാതെ പോടാ, നീ ഒരു പുല്ലും ചെയ്യുന്നറിയാം. എന്റെ കർത്താവ്, ഇവൻ ഞാൻ അറിയാതെ എപ്പോഴാ പെണ്ണായേ. ചേച്ചി. ചേച്ചിയോ? എക്സ്ക്യൂസ് മീ, വൈകി വന്നതും പോരാണ്ട് എന്നെ കയറി ചേച്ചി എന്ന് വിളിക്കുന്നു. എവിടുത്തെ പരിപാടിയാടോ താൻ? കണ്ടായിരുന്നു, ഞാൻ ആൺകുട്ടിയാ. ചേടാ, എന്നാലും ഇതെങ്ങനെ? എന്റെ ചേച്ചി ഒരാണായിരുന്നെങ്കിൽ ഇങ്ങനെ ഇരുന്നേനെ. സോറി ഫോർ കോളിംഗ് ചേച്ചി. ഓക്കെ, ഞാൻ പേര് വിളിക്കുന്നതിനനുസരിച്ച് ഓരോരുത്തരകത്തോട്ടോ. ഓക്കെ സർ. ചേടാ, എന്നാലും ഇതെങ്ങനെ? എന്റെ ചേച്ചിനെ കൂട്ടി തന്നെ അങ്ങേരിയിരിക്കുന്നു. കാണാനും വർത്താനും സ്വഭാവവും എല്ലാം എന്റെ ചേച്ചിയുടെ തന്നെ. പക്ഷേ ഇങ്ങനെ ഞാനറിയാതെ ഇന്ന് രാവിലെ കൂടി ഞാൻ എന്റെ ചേച്ചിനെ പെണ്ണായിട്ടില്ല കണ്ടത്. പിന്നെ എന്നാവോ ഇവിടെ എന്തോ ഒരു തകരാറ് പോലെ തോന്നിക്കുന്നു എനിക്ക്. നോറ, ആരാ അത്? അകത്തേക്ക് കേട്ടോ. എന്നെയല്ലേ വിളിക്കുന്നത്? ഫസ്റ്റ് ഇംപ്രഷനിൽ തന്നെ ഞാൻ ചേച്ചി കയറി വിളിച്ചു പോയി. അങ്ങേറെ എന്താവോ. വരുന്നു. ദേ, ആ ചെയറിലിരുന്നോ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. ഐ എം നോറ ജോസഫ്, MBA educated. Specialization? Healthcare management. Interesting choice. I like working in a system that actually help people. That's rare nowadays. Experience? Small startup-ൽ project coordination ചെയ്തിട്ടുണ്ട്. And pressure? I will handle it well. We will see. You should like you already decided. I will fail, huh? No, I'm deciding whether you are confident or just brave. Maybe both. Okay, you're approved. You can leave. Okay, sir. This internship will be fun. എന്താടാ നീ അങ്ങനെ പറഞ്ഞേ? അല്ല, ആള് ഭയങ്കര സ്മാർട്ട്. ഓ, അല്ല, നീ വേറെന്തെങ്കിലും ശ്രദ്ധിച്ചാ? നിനക്ക് എന്തെങ്കിലും അവളെ കണ്ടപ്പോ തോന്നിയാ? ഛേ, പോടാ. എടാ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ലടാ. ഇനി നിനക്കെങ്ങാനും ഒന്ന് പോയി ഞാൻ ഒന്ന് പറയാൻ സമ്മതിക്കേ. അതിലേ അവളെ കാണാൻ എൻ്റെ ആ അക്കുന് കൂട്ടില്ലേ, എൻ്റെ വീട്ടിലുള്ള ആ നാറിയുടെ കൂട്ട്, എനിക്ക് തോന്നിയായിരുന്നു. ഞാനും വിചാരിച്ചു അങ്ങനെ ഉണ്ടല്ലോ കാണാനെന്നൊക്കെ. ആന്നേ, കറക്റ്റ്. നിനക്ക് തോന്നിയില്ലേ? ആന്നേ, അവക്കടെ സംസാരവും കാണാനും ഒരുപോലെ. അവരെങ്ങാനും ഒരു പെണ്ണായ അതുപോലെ ഇരിക്കും. എങ്ങനെയാണാവോ? നിന്റെ തന്ത എങ്ങാനും ദേ എന്റെ കുടുംബം കലക്കാൻ നോക്കിയാലുണ്ടല്ലോ. ഓ, എന്റെ പൊന്നോ, ഞാനൊന്നും പറഞ്ഞില്ലേ. ഇറങ്ങി പോടാ കുരുപ്പേ. പോണ്. ദൈവമേ, എന്റെ തന്ത. ഇല്ല. ഗായ്സ്, നമ്മുടെ പഴയ കിളവൻ ഡോക്ടറിന് അറ്റാക്ക് വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാ. അതുകൊണ്ട് ടെമ്പററി ആയിട്ട് ഏതൊരു ഡോക്ടറിനെ അവർ അയച്ചിട്ടുണ്ടെന്നാണ് കേട്ടത്. കാർഡിയോളജിസ്റ്റ്, സീനിയർ ഡോക്ടറെന്നാണ് കേട്ടെ. അറിയില്ല ആളത്തെ സ്ട്രിക്റ്റ് ആണോ ഇല്ലെന്നൊന്നും. അങ്ങനെ പോലെ ആവാതിരുന്നാൽ മതിയായിരുന്നു. വല്ല തൈക്കളവിയും ആയിരിക്കും. തൈക്കളവിയോ? ഞാനിപ്പോൾ ആ ഭാഗത്തു കൂടെയല്ലേ വന്നേ. അവിടെ ഞാൻ പുതിയതായിട്ട് അപ്പോയിൻമെൻ്റ് ചെയ്ത വേറെ ഒരുപാട് ഡോക്ടേഴ്സിനെ കണ്ടു. അതിലങ്ങനെ പ്രായമായിട്ടുള്ള ആരും ഉണ്ടായില്ല. എല്ലാവരും ഭയങ്കര ലുക്കല്ലേ കാണാൻ. എൻ്റെ പൊന്നേ, നമ്മളൊക്കെ അടുത്ത് നിൽക്കൂല. ഞാൻ പ്രായമുള്ള ആരെയും കണ്ടില്ല. ഇനി വരോ ഇല്ലെന്ന് എനിക്ക് അറിയാനും പാടില്ല. അല്ല, നമ്മുടെ നദാനിയലെന്തേ? അവനിങ്ങാട് കണ്ടേ ഇല്ലല്ലോ. ഇന്ന് വരില്ലയാവോ? ഇന്ന് എന്നെയാണ് ഈ നോക്കുന്നേ. ഞാനിവിടെ വന്നിട്ട് എത്ര നേരമായി. ആ ഡോക്ടറെ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് 1/2 മണിക്കൂറായി. ആ പെൺപിള്ള വരുന്നുമില്ല. ഇനിയിപ്പോൾ ഞാൻ ഉച്ച കഴിഞ്ഞ് ലീവ് എടുക്കുക. എനിക്ക് നല്ല തലവേദനയുണ്ട്. മിക്കവാറും ഞാൻ ഉച്ചക്ക് പോകും. നിനക്ക് തലവേദന? അവിശ്വസനീയം. രാത്രി വല്ല സിനിമക്കും പോകാനുണ്ടാവും. അതല്ലേടാ നീ ഇന്ന് ലീവ് എടുക്കാൻ പോകുന്നത്? അറിയാം, നിന്റെ 18 അടവും എനിക്കറിയാം. പുല്ല് കണ്ടുപിടിച്ച്. പോകുന്നുണ്ട് എന്ന് വെച്ചാൽ രാത്രിയാ. ഉച്ചക്ക് പോകേണ്ട ഒരു അത്യാവശ്യം ഉള്ളതുകൊണ്ടാ. എനിക്കൊന്നും വയ്യ ഇവിടെ ഇങ്ങനെ വൈകുന്നേരം വരെ കുത്തിയിരിക്കാം. ഞാൻ ഇന്ന് ഉച്ചക്ക് പോകും. എന്തെങ്കിലും കാണിക്കേ. എന്തായാലും ഞങ്ങൾ ഡോക്ടേഴ്സായിട്ട് കയറി പോവും. നീ ഇവിടെ തന്നെ ആ കിളവന്റെ തല്ലുവടിയൊക്കെ കൊണ്ട് ഇവിടെ കിടക്കും. നോക്കിക്കോ. എൻ്റെ ദൈവമേ, എന്നെ പ്രാകാതെ. നാളെ മുതൽ ഞാൻ നന്നായിക്കോളാം. ഞാൻ എല്ലാ ദിവസവും വന്നോളാം. എത്ര നേരം വേണമെങ്കിലും ഇവിടെ ഇരുന്നോളാം.
ഇന്ന് എനിക്കൊരു സിനിമക്ക് പോകണം പ്ലീസ്. ഇവൻ്റെ വാക്കും പഴയ ചാക്കും ഒരുപോലെയാ. ആ, ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞോളാം. നാളെ മുതൽ മര്യാദക്ക് ഉച്ചവരെ അല്ല, വൈകുന്നേരം വരെ നീ ഇവിടെ തന്നെ വേണം. നാളെ മുതലെങ്കിലും ആ പുതിയ ഡോക്ടറിൻ്റെ ക്ലാസ്സിൽ കയറടാ. അതാണ് എൻ്റെ ചുന്ദരി മണികൾ. ഞാൻ എന്നാ പോട്ടെ, ഉച്ച പറയും. ഗുഡ് ഈവനിങ്. ഐ ആം സാറ ജോസഫ്, സ്പെഷ്യലൈസേഷൻ കാർഡിയോളജിസ്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്കിതിന് മുന്നേ ഉണ്ടായിരുന്ന സാമുവൽ ഡോക്ടറിന് പകരം വന്നിരിക്കുന്ന ഡോക്ടറാണ്. പിന്നെ ഞാൻ മലയാളത്തിൽ സംസാരിക്കുന്നത് ഓൾമോസ്റ്റ് എല്ലാവരും മലയാളിയാണെന്ന് എന്നോട് ഇവിടെ ഉള്ളൊരു ഡോക്ടർ പറഞ്ഞു. അതുകൊണ്ടാണ് നമ്മൾ മലയാളത്തിൽ സംസാരിക്കുന്നത്. സോ വി ക്യാൻ കമ്മ്യൂണിക്കേറ്റ് ഇൻ മലയാളം. നിങ്ങളെന്താ ഇങ്ങനെ അന്തം വിട്ടിരിക്കുന്നത്? ഞാൻ അത്ര സ്ട്രിക്റ്റ് ഒന്നല്ല. അപ്പം നിങ്ങൾ നിങ്ങളുടെ പേരും ഡീറ്റെയിൽസൊക്കെ ആ ബുക്കിലൊന്ന് എഴുതി വെച്ചേരും കേട്ടോ, കാരണം മനസ്സിലാക്കാനായിട്ടേ. താങ്ക് യു ഡോക്ടർ. ഡോക്ടർ സാറ, സൂപ്രണ്ട് വിളിക്കുന്നുണ്ടേ. ആ, ഞാൻ ദേ വരുവാ. ആ, അതെന്താ ഒരു ശബ്ദം കേട്ടെ? ആ കുട്ടി എന്തിനാ കരയുന്നേ? അത് കാര്യമാക്കണ്ട, അങ്ങയുടെ റെസ്ട്രിക്റ്റഡ് ഏരിയ. അവിടെ മറ്റേ തലക്ക് സ്ഥിരതയില്ലാത്ത കുറച്ച് കുട്ടികളെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെൻ്റലി വീക്കായിട്ടുള്ള കുറച്ച് ആൾക്കാരെ. അവർ ഭയങ്കര വയലൻ്റ് ആണ്. അപ്പം അവരെ കാമാക്കാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള ഡോക്ടേഴ്സ് ഇഞ്ചക്ഷൻ വെക്കുമ്പോൾ അവർ സൈലൻ്റ് ആവും. അങ്ങനെ ആ ഇഞ്ചക്ഷൻ വെക്കാൻ ചെല്ലുമ്പോൾ കിടന്ന് ഒച്ചുണ്ടാക്കുന്നത്. അത് കാര്യമാക്കട്ടെ ഡോക്ടർ നേരെ നടക്കും. അതെന്താ റെസ്ട്രിക്റ്റഡ് ഏരിയ? ഐ എം ഓൾസോ എ ഡോക്ടർ. എനിക്ക് അങ്ങോട്ട് പോകാനൊന്നും പാടില്ലേ? അത് പിന്നെ അവർ ഓൾറെഡി ഞാൻ വയലൻ്റ് ആണെന്ന് പറഞ്ഞില്ലേ. നമ്മളെങ്ങനെ ഇനി അങ്ങോട്ട് കയറി ചെന്ന് നമ്മളെ മിക്കവാറും ഉപദ്രവിക്കാനൊക്കെ ശ്രമിക്കുക. അവർ ഓൾറെഡി നല്ല ദേഷ്യത്തിലായിരിക്കും അവിടെ ഇരിക്കുന്നത്. പിന്നെ ഉപദ്രവിച്ച് കഴിഞ്ഞാൽ അത് അത്ര വലിയ പണിയാവും. പക്ഷെ അവിടെ ഇരിക്കുന്ന ഡോക്ടേഴ്സ് നല്ല പ്രൊട്ടക്ഷനോടെ തന്നെയാണ് അവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് അവരെത്ര ഉപദ്രവിച്ചാലും വേദനയ്ക്കത്തൊന്നുമില്ല. പുറത്തുനിന്ന് ഒരാൾ ചെന്നാൽ നമുക്ക് എങ്ങനെയായിരിക്കും അവർ പ്രതികരിക്കുക എന്നൊന്നും അറിയില്ലല്ലോ. അതുകൊണ്ടൊക്കെ തന്നെയാണ് അത് റെസ്ട്രിക്റ്റഡ് ഏരിയ ആക്കിയിരിക്കുന്നത്. ആ, ശരി എന്നാ ഞാൻ പോട്ടെ. വേണ്ട, പ്ലീസ് എന്നെ വിട്, പ്ലീസ് പ്ലീസ്. Shut up, bitch. വേണ്ട. ആഹാ, എല്ലാവരും ഉണ്ടല്ലോ. ഓ, ഇത് വല്ലാതെ ബ്ലീഡ് ചെയ്ത് പഴുത്തിട്ടുണ്ട്. ഇനി അവളെ ഒന്നിനും കൊള്ളില്ല. അവളെ കൊണ്ടുപോവല്ലേ, അവളെ കുഞ്ഞി കൊച്ച. മിണ്ടാതിരിക്കടി. നിനക്കെന്തെങ്കിലും പറ്റിയോ? അവര് ചവിട്ടിയപ്പോ അടിവയറ് പൊട്ടിപ്പോകുന്നത് പോലെ വേദനിക്കേടി. എനിക്ക് ഒട്ടും പറ്റണില്ല. നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റുമോ അറിയില്ല. എന്തെങ്കിലും പറ്റുമായിരിക്കും. പോലീസുകാർ എല്ലാ ഓർഫൻസും ഏകദേശം മോണിറ്റൈസ് ചെയ്ത് തുടങ്ങി. ഇനി ഇവിടുത്തെ 2 എണ്ണവും കുറച്ച് അകന്ന് മാറിയിട്ടുള്ളത് മാത്രമേ ഇനി മോണിറ്റൈസ് ചെയ്യാനുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ വേഗം ഇവിടെയുള്ള പെൺകുട്ടികളെ ഞാൻ നേരത്തെ മാറ്റാൻ പറഞ്ഞിട്ട് മാറ്റിയിട്ടില്ലല്ലോ, വേഗം മാറ്റാൻ നോക്ക്. അല്ലെങ്കിൽ അത് ശരിയാവില്ല. ഇപ്പോൾ നമ്മളെപ്പറ്റി തന്നെയാണ് അവരുടെ സംസാരം. ശരിയാണ്, പോലീസ് സ്റ്റേഷനിൽ നമ്മളെ പറ്റിയാണ് കൂടുതൽ അവരുടെ സംസാരം. നിങ്ങളെ കുറച്ച് ദിവസമായില്ലേ അങ്ങാടി പിടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? എന്താണ് കേസ്? ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാവോ? എല്ലാം തുടങ്ങിയത് വർഷങ്ങൾക്ക് മുമ്പാണ്. ഒരു പ്രൈവറ്റ് റിസർച്ച് പ്രൊജക്റ്റ് എന്ന പേരിലായിരുന്നു ആദ്യം തുടങ്ങിയത്. ആരും സംശയിച്ചില്ല. പുതിയ മെഡിസിൻസ്, പുതിയ ട്രീറ്റ്മെൻറ്റ്സ്, മെഡിക്കൽ ബ്രേക്ക് ത്രൂസ്, അതായിരുന്നു ലോകം കണ്ടത്. പക്ഷേ ആ റീസർച്ചിൻ്റെ പിന്നിൽ നടന്നത് വേറെ ഒന്നായിരുന്നു. അതായത് ഇവർ ഈ റീസർച്ച് ചെയ്യുന്ന സ്ഥലത്തിൻ്റെ ആ ഒരു 50 ഏക്കറിനുള്ളിലുള്ള ഓർഫനേജസിൽ ചെന്ന് മെഡിക്കൽ ക്യാമ്പ് അവർ നടത്തുമായിരുന്നു. അങ്ങനെ നടത്തുന്ന സമയത്ത് അവർ ഏറ്റവും കൂടുതൽ ചെക്ക് ചെയ്യുന്നത് പെൺകുട്ടികളെ ആയിരുന്നു. അതായത് പ്രായപൂർത്തിയായ 14-15 വയസ്സിന് മുകളിലേക്കുള്ള പെൺകുട്ടികളെ ആയിരുന്നു അവർ ഏറ്റവും കൂടുതൽ ചെക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ അവരൊരു ഫേക്ക് മെഡിക്കൽ റിപ്പോർട്ട് തന്നെ ഉണ്ടാക്കി ഇവർക്ക് എന്തോ രോഗബാധിതയുണ്ടെന്ന് പറഞ്ഞ് സിസ്റ്റേഴ്സിനോടും അവിടെയുള്ള അധികൃതരോടൊക്കെ പറഞ്ഞിട്ട് ഇവരെ കൊണ്ടുപോയത് നേരെ ഇവർ റിസർച്ച് ചെയ്യുന്ന ലാബിലേക്കായിരുന്നു. എന്തോ ഒരു തരം മരുന്ന് അവർ കുത്തുവയ്ക്കുകയും ചെയ്തു, അതും ആ വയറിൻ്റെ ആ ഒരു ഭാഗത്ത്. പിന്നീട് ഞങ്ങളത് റീസർച്ച് ചെയ്ത് മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ചാൽ, ഒരു പ്രായപൂർത്തിയായ കുട്ടിക്ക് ആർത്തവ സമയത്ത് 1 എഗ്ഗാണ് ഉണ്ടാവുക.
അതായത് ഈ ഒരു ഇഞ്ചക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു എഗ്ഗിന് പകരം 4 എഗ്ഗ് വരെ ഉണ്ടാക്കും. എന്നിട്ടത് അവർ ഓപ്പറേഷൻ ചെയ്തെടുക്കും. അതിനുശേഷം റിച്ച് ആയിട്ടുള്ള മക്കളില്ലാത്ത കപ്പിൾസിന് വളരെ വിലയ്ക്കാണ് അവരത് വെക്കുന്നത്. അതായത് ഇവർ ആ റിച്ചായ കപ്പിൾസിനോട് പറയും ഒരു ഡോണറിനെ കിട്ടിയിട്ടുണ്ട്, അവർ പൂർണ്ണ സമ്മതത്തോടെ തന്നെ നിങ്ങൾക്ക് ആ എഗ്ഗ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കുട്ടി പക്ഷേ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. ആ കുട്ടിയെ മയക്കി കിടത്തി എഗ്ഗ് ഓപ്പറേഷൻ ചെയ്തെടുത്ത് റിച്ചായിട്ടുള്ള കപ്പിൾസ്, അതായത് കുട്ടികളില്ലാതെ ഭാരപ്പെടുന്ന റിച്ചായിട്ടുള്ള കപ്പിൾസ് എത്ര രൂപ വേണമെങ്കിലും തരാം, എഗ് ഡോണറിനെ കിട്ടിയാൽ മതി എന്ന് പറഞ്ഞാണ് പലരും ഈ ഹോസ്പിറ്റലിന് അരികിലേക്ക് വരുന്നത്. അതുകൊണ്ട് ഇവർ ചോദിക്കുന്ന പൈസ ആ റിച്ചായിട്ടുള്ള കപ്പിൾസ് കൊടുത്തോളും. അത് മുതലാക്കിയാണ് ഇവർ ഇതുപോലുള്ളൊരു ബിസിനസ് തന്നെ തുടങ്ങിയത്. പക്ഷേ ഈ എഗ്ഗ് എടുത്തതിന് ശേഷവും അവർക്ക് വീണ്ടും ഇഞ്ചക്ഷൻ വെച്ചുകൊണ്ടിരിക്കും. ഓരോ മാസം തോറും 4 എഗ്ഗ് വീതം അവർക്ക് ഉണ്ടാവുകയും ചെയ്യും. ഇനി എങ്ങാനും ഇൻഫെക്ഷനായി അത് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ അവരെ മറ്റുള്ളവർക്ക് ഉപയോഗിക്കാനും മറ്റും കൊടുക്കും. അങ്ങനെ എത്രയോ പെൺകുട്ടികളുടെ ജീവൻ നഷ്ടപ്പെട്ടു, എത്രയോ പെൺകുട്ടികളുടെ ജീവിതം തകർന്നു. ഈ കേസിൻ്റെ പുറകെ ഞങ്ങൾ നടക്കാൻ തുടങ്ങിയിട്ട് വർഷം 3 കഴിഞ്ഞു. ഇതുവരെ ഒരു എവിഡൻസും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. എവിഡൻസ് തേടി തേടി ഒരുപാട് പെൺകുട്ടികളുടെ ജീവനെ നഷ്ടപ്പെട്ടു. ഇനി ഞങ്ങൾക്കത് നഷ്ടപ്പെടുത്താൻ വയ്യ. സാക്ഷികളെ കണ്ടെത്താൻ ശ്രമിച്ചു. പലപ്പോഴും അവരെ പിടിക്കാൻ അടുത്തെത്തി. പക്ഷേ ഓരോ പ്രാവശ്യവും അവർ രക്ഷപ്പെട്ടു. ഫയൽസ് അപ്രതീക്ഷിതമായി, റെക്കോർഡ്സ് മാറ്റി എഴുതി, സാക്ഷികൾ മൗനമായി. അങ്ങനെ ഇന്നവർ സമൂഹത്തിന് മുന്നിൽ മാന്യന്മാരാണ്. ഹോസ്പിറ്റൽ ഡയറക്ടേഴ്സ്, റീസെർച്ചേഴ്സ്, ബിസിനസ്മാൻ. പക്ഷേ ഞങ്ങൾക്കറിയാം ആ മുഖമുടിയുടെ പിന്നിലിരിക്കുന്നത് ഒരു വലിയ ക്രിമിനൽ ഓപ്പറേഷനാണെന്ന്. ചോദ്യങ്ങളുണ്ട്, സംശയങ്ങളുണ്ട്. പക്ഷേ അറസ്റ്റ് ചെയ്യാൻ മതിയായ തെളിവില്ല, ഇപ്പോഴും ഇല്ല. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, ഓരോ സാമ്രാജ്യത്തിന് ഒരു ദുർബലതയുണ്ടാകും. ഓരോ രഹസ്യത്തിനും ഒരു നാൾ വെളിച്ചം കാണേണ്ടി വരും. ആ ദിവസം അടുത്തുകൊണ്ടിരിക്കുകയാണ്. അയ്യോ വൈകിപ്പോയി. ഇറങ്ങിയപ്പത്തിന് ഒരുപാട് വൈകി. എന്തൊരു മഴ! ചേച്ചി അവിടെ വെയിറ്റ് ചെയ്തും മുടിഞ്ഞിട്ടുണ്ടാവും. എത്തിയോ? ഇപ്പഴാണോ വരണേ? പുറത്ത് നല്ല മഴയാ. മന്നിച്ചിക്കാതെ അകത്തോട്ട് കയറേണ്ട പൊന്നു ചേച്ചി. കേറി. പിന്നെ ആരാടി നിന്റെ മന്നം? ഞാൻ മന്നൊന്നുമല്ല. എന്റെ പൊന്നു ഭർത്താവേ, കേറാതിരുന്നപ്പോ വിളിച്ചു പോയതാ. പോട്ടെ വിട്ടുകളാ. ഒരു കാര്യം പറയാൻ മറന്നുപോയി. അതെ, ഇന്നെൻ്റെ ഫസ്റ്റ് ആയിരുന്നില്ലേ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ഞാൻ ആ ക്യാബിനിലോട്ട് കയറി ചെന്നപ്പോൾ കാണുന്നത്, എൻ്റെ ദൈവമേ, ചേച്ചിനെ കൂട്ടി തന്നെ ഇരിക്കുന്നു. അങ്ങേരെ കാണാൻ തനി ചേച്ചിയുടെ ആങ്കുച്ചായ അതുപോലെ ഇരിക്കും. ഞാനാണെങ്കിൽ അറിയാതെ ചേച്ചിന്ന് കയറി വെളിച്ചം പോയി. ഫസ്റ്റ് ഇംപ്രഷൻ തന്നെ പോയി. ദൈവമേ, എന്താവോ ഇനി. നാളെ എന്തൊക്കെയൊക്കെയോ ഉണ്ടെന്നാ പറഞ്ഞത്. ആർക്കറിയാം എൻ്റെ ഭർത്താവേ. എന്നെ പോലെയോ? ഒരാൾ പോലെ 7 പേരുണ്ടാവുന്നല്ലേ? ആ ഒരു കൂട്ടത്തിൽ കൂട്ടിയാൽ മതി. അല്ല, എന്നാലും കറക്റ്റ് എന്നെ പോലെ എന്ന് ചോദിച്ചാൽ ഞാൻ എൻ്റെ ഈ മുടിയൊക്കെ വെട്ടിയ എങ്ങനെ ഇരിക്കുമോ അതുപോലെയാണോ? നീ ഞാൻ സത്യമാ പറയുന്നേ. ചേച്ചിനെ കൂട്ടി തന്നെയാ. അത് കൊള്ളാലോ, എനിക്ക് കാണാൻ തോന്നുന്നു അങ്ങേരെ. വേഗം കയറി ചെന്ന് കൊടുക്ക്. അതെന്താ നീ അങ്ങനെ ഒരു അർത്ഥം വെച്ച് പറഞ്ഞത്? ഒന്നല്ലേ. അമ്മ വന്നാ നീ. ഞാൻ എന്തെങ്കിലും കഴിക്കാൻ എടുക്കാം. നീ പോയി കുളിക്കേ. എന്നാ ഞാൻ കുളിച്ചിട്ട് വരാം. അമ്മ വിശക്കണ്, വേഗം താ. എടുക്കട്ടെ. ഈ സോസും കൂടി ഒഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ നിനക്ക് തരാം. ക്ഷമിച്ചിരിക്കേ. എന്റെ പൊന്നോ, ആരും എടുത്തോണ്ട് പോകുന്നില്ല. അമ്മ തള്ളൊക്കെ വിളിക്കുന്നു. എന്തെങ്കിലും ഉണ്ടോ കഴിക്കാൻ? എന്തിയടാ നീ ആദ്യമായിട്ട് കാണുന്ന പോലെ നോക്കണേ? ഓ എന്റെ ദൈവമേ. ഒരു കാര്യം പറയാൻ മറന്നു. എടാ, ഇന്ന് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഇന്റേൺസ് വന്നിട്ടുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ നിന്നെപ്പോലെ ഇരിക്കുന്ന ഒരു പെങ്കുസിനെ ഞാൻ കണ്ടടാ. എടാ, കറക്റ്റ് നിന്നെപ്പോലെ തന്നെ. നീ എങ്ങനെ മുടി വളർത്തിയൊരു പെണ്ണായ അതുപോലെ ഇരിക്കും സത്യമായിട്ടും. എന്നെ പോലത്തെയോ? എന്റെ മുന്നേ ഭർത്താവേ, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്നെ പോലെ നല്ല ക്യൂട്ടായിരുന്നു കാണാൻ. തമാശ പറഞ്ഞതല്ല, സീരിയസ് ആയിട്ട് പറഞ്ഞതാന്നേ. ആ പെങ്കുസിന്റെ കറക്റ്റ് നിന്റെ കണ്ണും മൂക്കും ചുണ്ടും തന്നെ. ഒന്നും പറയാനില്ല, നീ തന്നെ. എന്റെ പൊന്നെ വിശ്വസിച്ച്. അല്ല, എന്നെ പോലെ എന്നൊക്കെ പറയുമ്പോ ലുക്കാണ് കാണാൻ. ഹോട്ട് ആൻഡ് സെക്സി. കറക്റ്റ് നിന്നെ പോലെ ലുക്ക്. സോറി സർ.